സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ നായകനായ തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ 25-നാണ് തിയേറ്ററുകളിലെത്തിയത്. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെയാണ് എത്തിയതെങ്കിലും സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്ന ചിത്രമായി ഇത് മാറി. മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും തിയേറ്ററുകളിലെത്തിയിരുന്നു. പിന്നീട് ചിത്രത്തിന്റെ തമിഴ് പതിപ്പും എത്തി. ഇപ്പോഴിതാ തമിഴ് പതിപ്പ് നേടിയ കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിട്ടുണ്ട്. തുടരും എന്നാണ് ചിത്രത്തിന്റെ തമിഴ് പതിപ്പിന്റെ പേര്. മെയ് 9-നായിരുന്നു തമിഴ് പതിപ്പിന്റെ റിലീസ്. ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് തമിഴ് പതിപ്പിന് ലഭിച്ചത്. നിരൂപകരും സാധാരണ പ്രേക്ഷകരുമടക്കം നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും അറിയിച്ചിരുന്നു. പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്ക് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം തുടരും ഇതുവരെ നേടിയിരിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ആദ്യ 5 ദിവസത്തെ നെറ്റ് കളക്ഷനാണിത്. അതേസമയം ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഏപ്രിൽ 25-ന് തന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ഇംഗ്ലീഷ് സബ് ടൈറ്റിലുകളോടെ എത്തിയ ചിത്രം കാണാൻ തമിഴ് പ്രേക്ഷകരും ധാരാളമായി എത്തിയിരുന്നു. അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് നേടിയ കളക്ഷൻ 1,85,00,000-ആണ്. ചിത്രം നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ബോക്സ് ഓഫീസ് റെക്കോർഡ് കേരളത്തിലെ കളക്ഷനിലാണ്. കേരള ബോക്സ് ഓഫീസിൽ ഒരു ചിത്രം ആദ്യമായാണ് 100 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്നത്. മലയാള ചിത്രങ്ങൾക്കോ മറുഭാഷാ ചിത്രങ്ങൾക്കോ ഇതുവരെ സാധിക്കാത്ത നേട്ടമാണിത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.